ഹായ് ഹലോ എല്ലാ ക്രിയേറ്റേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു കാര്യം ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ തമ്പനയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് എൻ്റെ ചർച്ചാ വിഷയവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ലൈക്ക് അടിക്കുക, പുതിയ ആൾക്കാരിലോട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് ലാഗാക്കുന്നതൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് കണക്ക് തന്നെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ഒരു ദിവസത്തിനുള്ളിൽ നടക്കും എന്ന് കുറേ തമ്പനിയിൽ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അത് നടക്കുന്നതാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം ഒരുപാട് ചാനലുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും എല്ലാം ആക്കുന്നത്. അപ്പം നമ്മളൊരു തമ്പനിയിൽ, ഒരു വീഡിയോയുടെ തമ്പനിയിൽ കണ്ടാൽ നമ്മൾ അവിടെ എല്ലാവരും അവിടെ ക്ലിക്ക് ചെയ്യാറുണ്ട്. ക്ലിക്ക് ചെയ്ത് അതെന്താണെന്ന് നോക്കും. നമ്മളൊക്കെ എളുപ്പം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മളത് എടുക്കാൻ പോകും. അതായത് നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്യും. കാരണം 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ഒരു ദിവസം, അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കിതെല്ലാം നേടാം എന്നുള്ള ഒരു അത്യാഗ്രഹം പോലെ നമുക്കത് തോന്നും. അപ്പം ഞാനതൊരു ആരെയും ഒരു ഇതായിട്ട് പറഞ്ഞതല്ല. എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തുടങ്ങിയ വർഷം, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ ആണോ എന്നും പറഞ്ഞ് ഞാനും അത് പോയിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ ക്രിയേറ്റീവ്സിനോടും, നമ്മൾ കഷ്ടപ്പെടാതെ ഒരിക്കലും നമ്മുടെ ഈ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും കയറില്ല. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും അത് അങ്ങനെ എത്താൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് നല്ലൊരു കണ്ടൻറ്റോ ആയിരിക്കണം അത് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു കാര്യമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീഡിയോ ചെയ്യുക, പരമാവധി നമ്മൾ നല്ല കണ്ടൻറ് ഇട്ട് വീഡിയോ ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും നമുക്കൊരു 2 മാസം കൊണ്ട് കറക്റ്റായിട്ട് കൃത്യനിഷ്ഠയോട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് ഏണിങ്സ് ഒരു വിജയത്തിലെത്താൻ പറ്റും. അത് ഒരുപാട് പേരത് നേടിയിട്ടുണ്ട്. കാരണം ഇപ്പം തുടങ്ങിയ ചാനലുകളായാലും പഴയ ചാനലുകളായാലും കൃത്യമായി ചെയ്ത് അവർ 4000 എത്തുന്നത് വെച്ചാൽ അവരത് കൃത്യമായി ചെയ്തു പോയതുകൊണ്ടാണ്. അപ്പം എല്ലാവരോടും എനിക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്, നമ്മൾ ആ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞ് എല്ലാവരും പോയി അവിടെ നിന്നിട്ട് നിരാശരായി വരുന്ന ഒരുപാട് പേരുണ്ട്. ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്കത് കാണാം, അവരവരെ ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ അത് ചെയ്താലും നമ്മളല്ലേ അത് ചെയ്ത് പ്രയത്നിച്ച ആ ഒരു ഇതിലിട്ടിക്കണ്ടേ. അവരൊരിക്കലും നമുക്കത് ആക്കി തരാൻ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് നേരായ വഴിയായിരിക്കില്ല. ഈ നേരായ വഴി അല്ലാതെ നമ്മൾ അത് ചെയ്തു വെച്ചിട്ട് ഒരു ഗുണവുമില്ല. നമുക്ക് ആ ചാനൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനിപ്പോൾ ഒരു ആരെയും കുറ്റപ്പെടുത്തിയോ ഇതായിട്ടോ പറഞ്ഞതല്ല, ഞാൻ കുറേ ആയിട്ട് കാണുന്നത് കൊണ്ട് മാത്രം ഞാൻ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 2 മാസം നിങ്ങൾ കഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടും. അത് നമ്മളത് കഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങളും ആദ്യമൊക്കെ വിചാരിച്ചത്, ഞാൻ ചാനൽ തുടങ്ങിയിട്ട്, ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ, ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട്. അപ്പം ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം ആകാറായിട്ടല്ല, ഒരു വർഷം കഴിഞ്ഞു. അപ്പം നമ്മളും ആദ്യമൊക്കെ ഇങ്ങനെ വരും എന്ന് എല്ലാം ആവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഫലം കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 2 മാസം കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് ഒരു ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് നിങ്ങളൊന്ന് വീഡിയോ ഇട്ട് നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾ ആ 4000 മണിക്കൂർ എന്നുള്ള ഏണിങ്ങിൽ എത്തിയിരിക്കും. 1000 സബ് എന്ന് പറഞ്ഞ ഇതിൽ നിങ്ങൾ എത്തിയിരിക്കും. അത് നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഏണിങ്സിൽ ഉറപ്പായിട്ടും കറക്റ്റ് ഈ 2 മന്തിനുള്ളിൽ തന്നെ എത്താൻ പറ്റിയിരിക്കും. അതിലും എത്തിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോസ് കയറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുവരെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ എന്തായാലും ഇതിനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് ഇതിന് നിങ്ങൾക്ക് ഫലം കണ്ടിരിക്കും. അപ്പം എല്ലാവരോടും ഞാൻ ഇത് അധികം ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വലിച്ചു നീട്ടാതെ ചെയ്താൽ നിങ്ങൾക്ക് അതിലാകാം.
ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം വെച്ചൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാവുന്നതാണ്. അപ്പം അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് കറക്റ്റായിട്ട്, അതായത് നമ്മൾ ഇത് വിജയം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തോ, ഉറപ്പായിട്ട് നിങ്ങൾക്കത് വിജയത്തിലെത്താൻ പറ്റും. അതേപോലെ തന്നെ തെറ്റുകളൊന്നും ചെയ്യാതെ, അതായത് യൂട്യൂബിന് പോളിസിക്കെതിരായുള്ള വീഡിയോസ് ഒന്നും, അതായത് യൂട്യൂബിന് തെറ്റായ രീതിയിൽ, അത് കുറച്ച് വീഡിയോ പോളിസി, അതായത് നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ തന്നെ പോയാൽ നമുക്ക് അവസാനം വരുമ്പോൾ അതായത് നമ്മൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന വീട് നല്ല കെട്ടുറപ്പുള്ളതാണെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതാവസാനം വരെ അതിൽ ജീവിക്കാം. അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഇടിഞ്ഞ് താഴെ പോകുമെന്ന് പറഞ്ഞാണ് കഴിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഞാനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അപ്പം നേരായ മാർഗത്തിൽ തന്നെ നമ്മൾ വീഡിയോസും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോവുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആർക്കും എന്നോടൊരു വിരോധവും കാര്യങ്ങളൊന്നും തോന്നരുത്. കാരണം ആ ഒരു തമ്പനയിൽ ഞാൻ ഒരുപാട് എടുത്ത് കണ്ടു, ഇപ്പോഴും ഞാനത് കാണുന്നുണ്ട്. അപ്പം എന്തിനാണ് ഇങ്ങനൊരു ഇതിടുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ, പുതിയതായിട്ട് വരുന്ന ഒരുപാട് പേർക്ക് അവർ അതിലെന്തുകൊണ്ടെന്നും പറഞ്ഞ് ഒരുപാട് നേരം അതിൽ പോയി നോക്കി എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനോട് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വൈറലും അത്രയ്ക്ക് സെലിബ്രിറ്റി ആയിരിക്കണം നമ്മൾ. ആ ഒരു ദിവസം കൊണ്ട് തന്നെ നടക്കണമെങ്കിൽ, അതും 110% മാത്രം നടക്കാൻ ചാൻസ്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയം നേടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും വരാൻ പറ്റും. അല്ലാതെ വളഞ്ഞ വഴി കൂടെ ഒരിക്കലും വിജയത്തിലെത്താൻ പറ്റില്ല എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.